നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മീനാക്ഷി, എഴുന്നേക്ക് മീനാക്ഷി. മീനാക്ഷി മോളെ, അമ്മ പേടിപ്പിക്കാതെ എഴുന്നേക്ക് മോളെ. മീനാക്ഷി ഒന്ന് എഴുന്നേക്ക് മോളെ. മീനാക്ഷി എഴുന്നേക്ക്, കണ്ണു തുറക്ക് മീനാക്ഷി. മീനാക്ഷി മോളെ. മോളെ എഴുന്നേക്ക്. മോളെ മീനാക്ഷി, മീനാക്ഷി, അയ്യോ എന്ത് പറ്റി? മോളെ, മോളെ എന്താ പറ്റിയേ? മോക്ക് ഉഴപ്പൊന്നുമില്ല. മാലതി, അച്ഛാ. നീ ഇച്ചിരി വെള്ളം കൊടുത്തേ, അവള് കുടിക്കട്ടെ. കൊടുക്ക്. മീനാക്ഷി, മോക്ക് ഇതെന്ത് പറ്റിയതാ? അച്ഛൻ മീനാക്ഷി നോക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ മുഴുവൻ അരിച്ചു പറക്കി, പക്ഷെ മീനാക്ഷിയെ കണ്ടില്ല. ഒടുവില് ഞാൻ ഈ നിലവറയുടെ മുമ്പിലേക്ക് ഓടിയെത്തി. അല്ല, ഇവിടെ മീനാക്ഷി ഉണ്ടാവുന്ന മാലതിക്ക് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ എല്ലായിടത്തും നോക്കുമ്പോ ഇവിടെ നോക്കണ്ടേ? അങ്ങനെ വന്നപ്പോ ദേ ഇവിടെ ബോധം കെട്ട് കിടക്കുന്നു. മീനാക്ഷി, മോളെ, മീനാക്ഷി, മോളെ. മീനാക്ഷി. അമ്മേ, ദേ നിലവറ തുറന്നു കിടക്കുക. എന്റെ ഭഗവാനെ, ശ്രീപത്മനാഭ. ദൈവമേ, ഉടവാള് കാണുന്നില്ലല്ലോ. വാള് കാണുന്നില്ലെന്നോ? അകത്തെല്ലായിടത്തോ നോക്ക്. മോനെ കാർത്തി, ചെല്. അയ്യോ, ഇവിടെ അങ്ങ് കാണാനില്ലല്ലോ. അയ്യോ, എന്റെ പരദൈവങ്ങളെ ചതിച്ചോ. തകർന്നല്ലോ ദൈവമേ തറവാട്. ആ വാൾ ആര് കൊണ്ടുപോയി? ദൈവമേ, തറവാടിന്റെ ഐശ്വര്യ അത് ഞാൻ സൂക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയത് മീനാക്ഷിയാ. മീനാക്ഷി കൊച്ചിനെ ബോധം കെടുത്തിട്ട് ആരോ വാള് കൊണ്ടുപോയി. അത് മറ്റാരുമല്ല, അവള് തന്നെയാ. അവള് മൈഥിലി. മീനാക്ഷി നോർമലാകുമ്പം സത്യം പറയുമല്ലോ. ഇത് അവള് തന്നെയായിരിക്കും, ആ മൈഥിലി. യാതൊരു സംശയവും വേണ്ട. എന്നാ പിന്നെ ഒട്ടും താമസിക്കണ്ട. IGയോ DGPയോ ആരെയും വിളിച്ചു പറ. അല്ല, ഇത് പോലീസിന്റെ ഉന്നതങ്ങളിലേക്ക് പോയാലേ പണി പാളും. വാള് കോടതിയിലേക്ക് അങ്ങ് പോവും. പിന്നെ ചെമ്പകമംഗലത്ത് തിരിച്ചു കിട്ടിയില്ലെന്ന് വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.